ബാബറിനും അക്ബറിനും ശേഷം മുഗൾ രാജാവായിരുന്ന ഷാജഹാൻ പണി കഴിപ്പിച്ച ചെങ്കോട്ടയാണ് എനിക്ക് പിറകിലുള്ളത്. നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ട്രെക്ക് ആൻഡ് ടോസ്റ്റിന്റെ വീഡിയോ. വരൂ, നിങ്ങൾക്കെല്ലാവർക്കും ചാന്ദിനി ചൗക്കിലെ ഭക്ഷണ വൈവിധ്യങ്ങളിലേക്ക് സ്വാഗതം. ഇരുന്നൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ജിലേബി സമൂസ കടയാണ് എനിക്ക് പിറകിൽ കാണുന്നത്. ചാന്ദിനി ചൗക്കിലെ ഓൾഡ് ഫേമസ് ജിലേബി വാല. മനോഹരമായ രുചികരമായ ജിലേബികളാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും ടേസ്റ്റുള്ള ജിലേബി ഇത്രയും വർഷത്തെ പാരമ്പര്യത്തോടെ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നത് പോലും ഒരു അത്ഭുതമായി ഇന്നും നിലനിൽക്കുകയാണ്. വരൂ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ജിലേബിയും സമൂസയും എന്ന്. ആയിരത്തി 1884 തുടങ്ങിയ ഈ ജിലേബി കടയിലെ റബ്ഡി ജിലേബി കഴിക്കാനാണ് ഈ വലിയ ലൈൻ ഉള്ളത്. ഏകദേശം 50ഓളം ആളുകളാണ് എനിക്ക് മുന്നിലുള്ളത്. അവരെ കടന്നു വേണം എനിക്ക് ഈ ജിലേബിയും സമൂസയും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ. ₹100 ഇവർ നൽകുന്നത് ഇത്രയും വലിയ ജിലേബിയാണ്. അതിൻ്റെ മുകളിൽ റബഡിയും കൂടി ഒഴിച്ചിട്ടാണ് തരുന്നത്. നിങ്ങൾക്ക് ജിലേബി മാത്രം മതിയെങ്കിൽ ₹60 അവർ ചാർജ് ചെയ്യുന്നത്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല ക്രഞ്ച് ജിലേബിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇത്രയും ചരിത്രവും അതുപോലെ തന്നെ മധുരവുമുള്ള ഒരു ജിലേബി നിങ്ങൾ എന്തായാലും ചാന്ദിനി ചൗക്കിൽ വന്ന് ടേസ്റ്റ് ചെയ്തിരിക്കണം. ₹100 അവരിതിന് ചാർജ് ചെയ്യുന്നത്. ജിലേബി മാത്രമാണെങ്കിൽ ₹60 കൊടുത്താൽ മതി. ഈ ഓൾഡ് ഫേമസ് ജിലേബി ഷോപ്പ് ചാന്ദിനി ചൗക്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. ₹25 ഇവർ ഈ ആലു മട്ടർ സമൂസയ്ക്ക്. അതിൻ്റെ കൂടെ ഗ്രീൻ ചട്നിയോട് കൂടിയാണ് ഇവർ ഈ സമൂസ തരുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മട്ടർ ഇട്ടുള്ള സമൂസയാണ്. നിങ്ങൾ എന്തായാലും വന്ന് കഴിച്ചു നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചാന്ദിനി ചൗക്കിലെ ഗല്ലികളിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഭക്ഷണവും ഈ തിരക്കും തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇത് അനുഭവിച്ച് തന്നെ അറിയണം. ജിലേബി കടയിൽ നിന്നും പൗരാണികമായ ഈ വഴികളിലൂടെ നടന്ന് നമ്മൾ നീങ്ങുന്നത്, അല്ലെങ്കിൽ ഈ റിക്ഷക്കാരൻ നമ്മളെ കൊണ്ടുപോകുന്നത് നടരാജ് ദഹിബല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ദഹിബല്ല കടയിലേക്കാണ്. പറാഠാവാല ഗല്ലി അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ലോകപ്രസിദ്ധമായ ദഹിബല്ലകൾ കൊടുക്കുന്ന നടരാജ് ദഹിബല്ല 3 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒരു സ്നാക്കാണ് ദഹിബല്ല എന്ന് പറയുന്നത്. വരൂ. വർഷത്തെ പാരമ്പര്യമുള്ള നടരാജ് ദഹിബല്ല ഷോപ്പിൽ നിന്നും ദഹിബല്ലയും ആലു ടിക്കിയുമാണ് എന്റെ വലത്തും ഇടത്തും കയ്യിലുള്ളത്. ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഭംഗിയും രസവും എങ്ങനെയുണ്ടെന്ന് പറയാം. കണ്ടാൽ തന്നെ അറിയാം ടേസ്റ്റി ആയിരിക്കും. ടേസ്റ്റ് ചെയ്ത് എന്നാലും നിങ്ങളോട് പറയണല്ലോ. വാഹിദ് ഭയ്യയുടെ റിക്ഷയിൽ നിന്നുകൊണ്ടാണ് 85 വർഷം പാരമ്പര്യമുള്ള നടരാജ് ദഹിബല്ല നമ്മൾ കഴിക്കാൻ പോകുന്നത്.
തൈര് ബേസ് ആയിട്ട് ചട്നികളെല്ലാം ആഡ് ചെയ്ത് പോമഗ്രനേറ്റ് ഉൾപ്പെടെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ആണ്. തൈരാണ് ഇതിന്റെ ബേസ് എന്നുള്ളത് കൊണ്ട് കഴിക്കുന്നത് വയറിന് നല്ലതാണ്. നിങ്ങളെ കൂളാക്കി വെക്കും. നിങ്ങൾ എന്നാലും വന്നൊന്ന് കഴിച്ചു നോക്കൂ. ടേസ്റ്റി തന്നെയാണ്. കേസർ മിൽക്ക് ഇല്ലേ, റബഡി കഴിച്ചോ? റബഡി കേസർ മിൽക്ക് നല്ലതാണ്. അതുപോലെ പിന്നെ ഇവിടുത്തെ വടാപ്പാവ് നല്ലതാണ്. പാവ് ബജി നല്ലതാണ്. പിന്നെ ബാക്കി ഇത് ബേസിക്കലി ബോംബെ ബേസ്ഡ് ഷോപ്പാണ്. അതായത് ബോംബെയിൽ കിട്ടുന്ന എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നു അതെല്ലാം ഇവിടെ കിട്ടും. ദബേലി, പിന്നെ വടാപ്പാവ്, പാവ് ബജി, അങ്ങനത്തെ സാധനങ്ങളില്ലേ. ഇവർക്ക് ലജ്പത് നഗറിൽ വേറെ ഷോപ്പുണ്ട്. ഇതിപ്പോ 2 വർഷമായിട്ടുള്ള ഓപ്പൺ ആയിട്ട്. ഡൽഹിയിലെ മിനി ബോംബെ എന്ന് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്ന ജക്കാസ് പാവ് ബജിയുടെ മുന്നിലാണുള്ളത്. അവരുടെ ഒതന്റിക് ബോംബെ പാവ് ബജീസ് ഇവിടെ മാത്രമല്ല ലജ്പത് നഗറിലും കിട്ടുന്നതാണ്. അവർ ചാന്ദിനി ചോക്കില് ഈ ഷോപ്പ് തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. എന്തായാലും ഇവിടെ ഈ പാവ് ബജി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എറണാകുളത്തുള്ള നെവിലും കീർത്തനയും അഭിഷേകുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഡൽഹിയിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ഇവര് ഞങ്ങളുടെ കൂടെ ഒരു ഫുഡ് ടൂർണമെന്റ് കൂടിയതാണ്. ഇവരോട് തന്നെ ചോദിച്ചൊക്കെ ഇതിന്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? വടാപ്പാവ് എങ്ങനെയുണ്ട്? കേസർ മിൽക്ക് എങ്ങനെയുണ്ട്? ബദാം മിൽക്ക്? അപ്പൊ നിർബന്ധമായി കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ഇവരുടെ ജക്കാസ് വടാപ്പാവും അതുപോലെ തന്നെ ബദാം മിൽക്കും. ഓക്കെ, പാലും റൂഅഫ്സയും ഒപ്പം സ്നേഹവും തമ്മിൽ ചേർത്തുണ്ടാക്കുന്ന ഒരു മനോഹരമായ ഒരു ഡ്രിങ്ക് ആണ് ഈ മൊഹബത്തെ ഷർബത്ത് എന്ന് പറയുന്നത്. ഖുറേഷി കബാബിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർഷങ്ങളായി ഇദ്ദേഹം ആളുകൾക്ക് മൊഹബത്തെ ഷർബത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തമ്മിൽ പിണങ്ങിയാൽ ഭാര്യയും ഭർത്താവും ഇവിടെ വന്ന് മൊഹബത്ത് ഷർബത്ത് കുടിച്ച് അവരുടെ പിണക്കം മാറ്റും എന്നാണ് വർഷങ്ങളായി ഇദ്ദേഹം ഞങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൊഹബത്ത് ഷർബത്തിന്റെ കഥകൾ ജമാ മസ്ജിദിന്റെ ഈ ഗല്ലികളിൽ നിന്നും ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും വരെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം നമ്മളോട് പറയാറുള്ളത്. മൊഹബത്തെ ഷർബത്ത് എങ്ങനെയുണ്ട് എന്ന് കുടിച്ചു നോക്കിയിട്ട് പറയാം. ശരിയാണ്, ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആരുടെയും പിണക്കം മാറ്റാൻ പറ്റുന്ന ഒരു മാന്ത്രിക ഡ്രിങ്ക് തന്നെയാണ് ഈ മൊഹബത്തെ ഷർബത്ത്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഹിറ്റ് ആയിട്ടുള്ള ദോലത് കി ചാട്ടാണിത്. ബനാറസിൽ മല്ലയോ എന്ന് വിളിക്കുന്ന ഇവനെ ഈ ഗല്ലികളിൽ വിളിക്കുന്നത് ദോലത് കി ചാട്ട് എന്നാണ്. പാല് കൊണ്ടുണ്ടാക്കി അതിന്റെ മുകളിൽ കേസറും ബദാമും ഇട്ട് ഷുഗർ പൗഡറും ചേർത്തിട്ടാണ് ഈ ദോലത് കി ചാട്ട് ഉണ്ടാക്കുന്നത്. ബനാറസിലെ ഗല്ലികളിലെ മല്ലയോ ചാന്ദിനി ചൗക്കിൽ എത്തുമ്പോൾ ദോലത് കി ചാട്ടായി മാറുന്ന ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ രാജ്യം.
দেব না, তোমায় হৃদ মাঝারে রাখিব ছেড়ে দেব না, তোমায় হৃদ মাঝারে রাখিব ছেড়ে দেব না, তোমায় হৃদ মাঝারে। കർണഫുൾ രാജാവായിരുന്ന ഷാജഹാന്റെ കൊട്ടാരത്തിലെ ബിരിയാണിയിൽ തുടങ്ങിയ രുചി വകഭേദങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഹാജി കരീമുദ്ദീന്റെ ഈ കരീംസ് എന്ന ഈ ഷോപ്പിലാണ്. 1913 തുടങ്ങി ഇന്നും ഈ ഗല്ലികളിൽ രുചിയുടെ വകഭേദങ്ങൾ വിളമ്പുന്ന ഇവരുടെ മട്ടൻ നിഹാരിയും മട്ടൻ കുറുമയും ചിക്കൻ ജഹാംഗീരിയും പിന്നെ പാലിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഷീർമാരും വളരെ പ്രസിദ്ധം തന്നെയാണ്. ഇവിടെ വരിക, ഇവരുടെ ഭക്ഷണങ്ങളുടെ രുചിഭേദങ്ങൾ അനുഭവിക്കുക, അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യുന്ന ചില ഐറ്റംസ് ആണ് ഈ ടേബിളിൽ നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഒരുപാട് ഐറ്റംസ് ഇവരുടെ ലിസ്റ്റിലുണ്ട്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസ് കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം